ട്രൂമൻ മാർഷ് കസ്റ്റഡിയിലെടുത്ത അവഞ്ചേഴ്സ് ഇപ്പോൾ ട്രൂമൻ മാർഷിന്റെ ഒരു അണ്ടർ വാട്ടർ ഫെസിലിറ്റിയിലെ പ്രിസണിലാണ്. ആ പ്രിസണിൽ അവഞ്ചേഴ്സിന്റെ പവേഴ്സ് ഒന്നും വർക്ക് ആകത്തില്ല. എന്നാൽ ട്രൂമൻ മാർഷിനെ ട്രിക്ക് ചെയ്ത് ടോണി സ്റ്റാർക്ക് ആ പ്രിസണിൽ നിന്നും രക്ഷപ്പെട്ടു. മറ്റ് അവഞ്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ടോണി സ്റ്റാർക്കിനെ ട്രൂമൻ മാർഷിന്റെ സോൾജിയേഴ്സ് വളയുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ട്രൂമൻ മാർഷിന്റെ ഒരു സോൾജിയർ മറ്റു സോൾജിയേഴ്സിനെയും ആക്രമിക്കുന്നു. ട്രൂമൻ മാർഷിന്റെ സോൾജിയറിന്റെ വേഷത്തിൽ വന്നത് മറ്റാരുമല്ല, അത് ബ്ലാക്ക് വിഡോ ആണ്. ബ്ലാക്ക് വിഡോ വന്നത് ഒറ്റയ്ക്കല്ല, ബ്ലാക്ക് വിഡോയോടൊപ്പം ബ്ലാക്ക് ബോൾട്ടും മെഡൂസയും ഉണ്ട്. അവർ മറ്റ് അവഞ്ചേഴ്സിനെയും രക്ഷപ്പെടുത്തി. എന്നിട്ട് അവർ ക്യാപ്റ്റൻ അമേരിക്കയെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നു. മ്യോൾനിയർ വന്ന് പതിച്ച ക്യാപ്റ്റൻ അമേരിക്ക ഇപ്പോൾ അബോധാവസ്ഥയിലാണ്. ട്രൂമൻ മാർഷ് എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ അമേരിക്കയെ. എന്തായാലും അവഞ്ചേഴ്സ് ക്യാപ്റ്റൻ അമേരിക്കയെ കണ്ടുമുട്ടുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് ട്രൂമൻ മാർഷിന്റെ ജയന്റ് റോബോട്ടിക് സോൾജിയേഴ്സ് എത്തുന്നു. അവഞ്ചേഴ്സ് എത്ര അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും ആ ജയന്റ് റോബോട്ടിക് സോൾജിയേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ സമയത്ത് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ബോധം വരികയാണ്. ക്യാപ്റ്റൻ അമേരിക്ക അവഞ്ചേഴ്സിനോട് പറയുവാണ്, അവഞ്ചേഴ്സ്, നിങ്ങൾ ഒരു സമയത്ത് ഒരു ജയന്റ് റോബോട്ടിക് സോൾജിയറിനെ ഒരുപോലെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നൊക്കെ. അത് കേട്ട അവഞ്ചേഴ്സ് ഒരേ സമയത്ത് ഓരോ ജയന്റ് റോബോട്ടിക് സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്ത് അവയെ നശിപ്പിക്കുന്നു. അങ്ങനെ ഒരു വലിയ പോരാട്ടത്തിന് ശേഷം അവഞ്ചേഴ്സ് അവിടെ നിന്നും അവഞ്ചറ്റിൽ കയറിയിട്ട് രക്ഷപ്പെടുന്നു. അവർ അവഞ്ചറ്റിൽ സഞ്ചരിക്കുന്ന സമയത്ത് എർത്തിൽ എല്ലായിടത്തും ഒരു പ്രത്യേക തരം സിഗ്നല് ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് ഫാൽക്കൺ കണ്ടുപിടിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ബ്ലാക്ക് ബോൾട്ടും മെഡൂസയും ആരോ അവരെ മൈൻഡ് കൺട്രോൾ ചെയ്ത പോലെ നിൽക്കുന്നു. എന്നിട്ട് ബ്ലാക്ക് ബോൾട്ട് തന്റെ സോണിക് സ്ക്രീമിന്റെ സഹായത്തോടെ അവഞ്ചറ്റ് പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നു. എന്തായാലും അതിന്റെ ആഘാതത്തിൽ താഴേക്ക് വീഴാൻ പോകുന്ന അയൺമാൻ തോറിനെയും ബ്ലാക്ക് വിഡോയെയും അതേപോലെ തന്നെ മോക്കിംഗ് ബേർഡ് ഹോക്കൈയെയും ഫാൽക്കൺ ക്യാപ്റ്റൻ അമേരിക്കയും രക്ഷപ്പെടുത്തുന്നു. താഴേക്കെത്തിയ ബ്ലാക്ക് ബോൾട്ടും മെഡൂസയും അവഞ്ചേഴ്സുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടത്തുന്നു. പോരാട്ടത്തിനൊടുവില് തോർ മ്യോൾനിയറിന്റെ സഹായത്തോടെ ബ്ലാക്ക് ബോൾട്ടിനെ അറ്റാക്ക് ചെയ്തിട്ട് തന്റെ ലൈറ്റ്നിങ് ഉപയോഗിച്ച് ബ്ലാക്ക് ബോൾട്ടിന്റെ കഴുത്തില് ട്രൂമൻ മാർഷ് ഘടിപ്പിച്ച ഒരു ഡിവൈസ് നശിപ്പിച്ച് കളയുന്നു. അതോടെ ബ്ലാക്ക് ബോൾട്ട് നോർമലായി. എന്നിട്ട് തോർ തന്റെ ലൈറ്റ്നിങ് വീണ്ടും ഉപയോഗിച്ച് മെഡൂസയുടെ കഴുത്തിൽ ട്രൂമൻ മാർഷ് ഘടിപ്പിച്ച ഡിവൈസും നശിപ്പിച്ച് കളയുന്നു. അതോടെ മെഡൂസയും നോർമലായി. ഇതേ സമയത്ത് അവഞ്ചേഴ്സിനെ ദ ന്യൂ അവഞ്ചേഴ്സ് കോണ്ടാക്ട് ചെയ്തിട്ട് പറയുവാണ്, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി, നിങ്ങൾ നല്ലവരാണ്, ന്യായം നിങ്ങളുടെ പക്ഷത്താണ്. ശരിക്കും ട്രൂമൻ മാർഷ് ഞങ്ങളെ ചതിച്ചതാണ്. ട്രൂമൻ മാർഷിന് വേണ്ടി ഞങ്ങളെ പോലെ വർക്ക് ചെയ്ത മിസ് മാർവലിന്റെ കഴുത്തിലും അയാൾ ആ ഡിവൈസ് ഘടിപ്പിച്ചു. ഇപ്പോൾ അവളെ കാണാൻ പോലുമില്ല. നമുക്ക് ഒരുമിച്ച് പോരാടേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ. ട്രൂമൻ മാർഷിന്റെ ആ ഡിവൈസ് ഘടിപ്പിച്ച ഇൻഹ്യൂമൻസ് എല്ലാം മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെട്ട പോലെ സിറ്റിയിലെല്ലാം ഒരുപാട് വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയാണ്. അവഞ്ചേഴ്സ് സിറ്റിയിലെത്തിയിട്ട് അവിടെയുള്ള ഇൻഹ്യൂമൻസുമായിട്ട് പോരാട്ടം നടത്തുന്നു. ഈ സമയത്ത് സ്റ്റാർക്ക് ഇൻഡസ്ട്രിയിലെത്തിയ അയൺമാനും ആന്റ്മാനും ട്രൂമൻ മാർഷ് ഇൻഹ്യൂമൻസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച രജിസ്ട്രേഷൻ ഡിസ്ക് എന്ന ഡിവൈസിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നു. ഇതേ സമയത്ത് മിസ് മാർവല് ന്യൂ അവഞ്ചേഴ്സിനെ കണ്ടുമുട്ടുകയും മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെട്ട മിസ് മാർവല് ന്യൂ അവഞ്ചേഴ്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ ആ ഡിവൈസിനെ പറ്റി പഠിക്കാനായിട്ട് ആന്റ്മാനും അയൺമാനും ചെറുതായിട്ട് ആ ഡിവൈസിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവർ ആ ഡിവൈസിന്റെ ഡേറ്റാസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഡിവൈസിന്റെ സെൽഫ് ഡിഫൻസ് സിസ്റ്റം ആക്റ്റീവ് ആവുകയും അതിൽ നിന്നും ചെറിയ റോബോട്ടിക് ബോട്ടുകൾ അവരെ ആക്രമിക്കാനായിട്ട് അവിടേക്ക് എത്തുന്നു. എന്തായാലും ആന്റ്മാനോട് ഡേറ്റാസ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അയൺമാൻ ആ ചെറിയ റോബോട്ടുകളെയെല്ലാം ആക്രമിച്ച് നശിപ്പിക്കുന്നു. പക്ഷെ അവർക്ക് അധിക നേരം ആ ഡിവൈസിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. എന്തായാലും ഒരു വിധത്തിൽ അവർ ആ ഡിവൈസിൽ നിന്നും രക്ഷപ്പെട്ടു. ആ ഡിവൈസ് നശിച്ചെങ്കിലും ആ ഡിവൈസിലെ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ ആന്റ്മാന് സാധിച്ചു. ഇൻഹ്യൂമൻസിനെ പഴയതുപോലെ നോർമലാക്കാൻ ഈ ഡേറ്റാസ് കൊണ്ട് സാധിക്കുമെന്ന് ആന്റ്മാൻ അയൺമാനോട് പറയുന്നു. ഈ സമയത്ത് മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെട്ട മിസ് മാർവലും ദ ന്യൂ അവഞ്ചേഴ്സും തമ്മിൽ പോരാട്ടം നടക്കുവാണ്. പോരാട്ടത്തിനൊടുവിൽ ന്യൂ അവഞ്ചേഴ്സ് മിസ് മാർവലിനെ പിടികൂടുകയും വിഷന്റെ സഹായത്തോടെ മിസ് മാർവലിന്റെ കഴുത്തിൽ ട്രൂമൻ മാർഷ് ഘടിപ്പിച്ച ആ ഡിവൈസ് പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നു. അതോടെ മിസ് മാർവല് നോർമലായി. ഇതേ സമയത്ത് ഇൻഹ്യൂമൻസിന്റെ കഴുത്തിൽ ട്രൂമൻ മാർഷ് ഘടിപ്പിച്ച രജിസ്ട്രേഷൻ ഡിസ്ക് എങ്ങനെ ഒറ്റയടിക്ക് നശിപ്പിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ടോണി സ്റ്റാർക്ക്
പെട്ടെന്ന് തന്നെ നമുക്ക് അവഞ്ചേഴ്സ് ടവറിലേക്ക് പോയിട്ട് ഒരു ടെക്ക് കൈക്കലാക്കണമെന്ന് ബ്ലാക്ക് വിഡോയോട് പറയുന്നു. അതിനായിട്ട് അവഞ്ചേഴ്സ് അസംബിൾ ചെയ്യുമ്പോൾ അവിടേക്ക് ട്രൂമൻ മാർഷ് എത്തുന്നു. ഇവിടെ ട്രൂമൻ മാർഷ് അവഞ്ചേഴ്സിന് മുന്നിൽ തന്റെ ശരിക്കുമുള്ള വിശ്വരൂപം പുറത്തു കാട്ടുന്നു. അതെ, ട്രൂമൻ മാർഷ് മറ്റാരുമല്ല, ആൾട്രോൺ ആണ്. ആൾട്രോൺ തന്റെ പവേഴ്സിന്റെ സഹായത്തോടെ അവഞ്ചേഴ്സ് ടവറിനെ തന്റെ ജയന്റ് റോബോട്ടിക് സോൾജേഴ്സ് ആക്കി മാറ്റുന്നു. ഹ്യൂമൻസിനെയും ഇൻഹ്യൂമൻസിനെയും തമ്മിലടുപ്പിച്ച് അവരെ നശിപ്പിക്കാനായിരുന്നു ആൾട്രോന്റെ ശ്രമം. ആൾട്രോന്റെ ആ ശ്രമം വിജയിക്കുമോ, അതോ അവഞ്ചേഴ്സും ഇൻഹ്യൂമൻസും ഒന്നിച്ച് ആൾട്രോണെ പരാജയപ്പെടുത്തുമോ? എല്ലാം അവഞ്ചേഴ്സ് അസംബിൾ സീസൺ 3യുടെ ഫിനാലയിൽ കാണാം.